ദുബൈയിൽ മലയാളിയെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി. തിരുവനന്തപുരം കല്ലയം സ്വദേശി അനിൽകുമാർ വിൻസെന്റാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ 2 പാക് സ്വദേശികളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാപാര സ്ഥാപനത്തിൽ PRO ആയിരുന്ന അനിൽകുമാറിനെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷിജോ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. എന്താണ് സംഭവിച്ചത്? ഫാരിഷ, ഈ മാസം 2-ാം തീയതി മുതൽ തിരുവനന്തപുരം മുട്ടട സ്വദേശിയായിട്ടുള്ള അനിൽകുമാറിനെ ഷാർജയിൽ വെച്ച് കാണാതായിരുന്നു. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് അനിൽകുമാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ദുബായ് പോലീസിൽ നിന്ന് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. അനിൽകുമാർ കഴിഞ്ഞ 36 വർഷമായി ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ PRO ആയി ജോലി ചെയ്തു വരികയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 പാകിസ്ഥാൻ സ്വദേശികളുമായി അനിൽകുമാർ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അനിൽകുമാർ ഈ 3 പാകിസ്ഥാൻ സ്വദേശികളെ ശാസിക്കുകയും ചില കാര്യങ്ങൾക്ക് വഴക്ക് പറയുകയും ചെയ്തിരുന്നു. ഇതിലെ പ്രതികാരവുമായി ബന്ധപ്പെട്ടാണ് ഈ 3 പാകിസ്ഥാൻ സ്വദേശികൾ അനിൽകുമാറിനെ കൊല്ലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പാക് സ്വദേശികളെ ഇപ്പോൾ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പാക് സ്വദേശി രാജ്യം വിട്ടു എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അനിൽകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. നാളെ സംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.